നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. നടൻ ശ്രീനിവാസന്റെ വിയോഗത്തെ തുടർന്ന് ഒരുപാട് വിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം വന്നത് ധ്യാൻ എണീറ്റില്ല, ശ്രീ പിണറായി വിജയനെ കണ്ടിട്ട് എന്നായിരുന്നെങ്കിൽ രണ്ടാമത് വന്നത് നടി ദുർഗ ആ ഒരു ചടങ്ങിൽ വെച്ച് ചിരിച്ചു എന്നതാണ്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് നടൻ ജയറാം ശ്രീനിവാസന്റെ ഈ അനുശോചന ചടങ്ങിൽ അല്ലെങ്കിൽ ശ്രീനിവാസനെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു പോസ്റ്റ് FB ഇട്ടില്ല എന്ന് മാത്രമല്ല, ആ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുക പോലും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ജയറാമിനും ജയറാമിന്റെ കുടുംബത്തിനും നേരെ സോഷ്യൽ മീഡിയയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പറഞ്ഞത് ജയറാമിന്റെ ഫാമിലി ഒരു തറ ഫാമിലിയാണ് എന്നൊക്കെയാണ്. അത്രയും രൂക്ഷമായ രീതിയിലാണ് ആളുകൾ പ്രതികരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജയറാമിനോടൊപ്പം തന്നെ ഒരുപാട് നടന്മാര് ഇങ്ങനെ പോസ്റ്റ് ഇടാത്തതുണ്ട്. അതിൽ ജയസൂര്യ പോലെയുള്ള നടന്മാരൊന്നും പോസ്റ്റ് ഇട്ടിട്ടില്ല. അദ്ദേഹത്തിന് ഒരു അനുശോചന കുറിപ്പും ഒന്നും തന്നെ എഴുതിയിട്ടില്ല. ഇവരൊക്കെ സാധാരണ എല്ലാ നടന്മാരും ഇങ്ങനെ മരണപ്പെടുമ്പോൾ ചെയ്യാറുള്ളതാണ്. അതുപോലെ തന്നെ സിദ്ദിഖും ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തതായി കണ്ടില്ല. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ് സിദ്ദിഖ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരെന്താണ് പങ്കെടുക്കാത്തതെന്നും അവര് എന്തുകൊണ്ട് അവിടെ എത്തിയില്ല എന്നുള്ളതൊക്കെ അവരോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളാണ്. അവർക്ക് മാത്രം പേഴ്സണലി അറിയേണ്ട കാര്യങ്ങളാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലൊരാളെ എത്രയും രൂക്ഷമായിട്ട് വിമർശിക്കുക എന്ന് പറയുന്നതോട് ഒട്ടും യോജിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒപ്പം തന്നെ എന്തുകൊണ്ട് ജയറാമിനെ ആളുകൾ ഇങ്ങനെ രൂക്ഷമായി വിമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ പുറകിൽ ഒരുപാട് കാരണം മലയാളി പ്രേക്ഷകർക്ക് ഉണ്ടാവും. എന്നിരുന്നാലും ഈ ഒരു ഏറ്റവും എന്താ പറയാ വിവാദങ്ങൾക്കിടയിലൊക്കെ തന്നെ തമിഴ് നടൻ പാർത്ഥിബന്റെ ഒരു കുറിപ്പ് ആളുകളെ വളരെയധികം കണ്ണു നനയിച്ച ഒരു കുറിപ്പായി മാറി എന്നുള്ളതും നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നടൻ ശ്രീനിവാസന്റെ ആ ഒരു സൗഹൃദത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് ആ കുറിപ്പ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പാർത്ഥിബൻ പറഞ്ഞത്, ഞാൻ ദുബായിലേക്ക് പോവാൻ ഇരുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു വാർത്ത അറിയുന്നത്. അപ്പൊ തന്നെ ഫ്ലൈറ്റ് പിടിച്ച് ചെന്നൈയിൽ നിന്ന് വരികയായിരുന്നു. നോക്കുമ്പോൾ ഫ്ലൈറ്റിൽ ഇരിക്കാൻ സീറ്റ് പോലും ഇല്ലാത്ത ആയിരുന്നപ്പോൾ അതിന്റെ ഓഫീസറെ വിളിച്ച് പറഞ്ഞു, ഞാൻ പൈലറ്റ് ഇരിക്കുന്ന സീറ്റിലാണ് ഇരുന്നിട്ട് ആണെങ്കിൽ പോലും എനിക്ക് ശ്രീനിവാസന്റെ അടുത്ത് എത്തണം, എനിക്ക് സീറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും കേരളത്തിൽ എത്തണം എന്നുള്ളൊരു കാര്യം അവരെ അറിയിച്ചു. അങ്ങനെ വിമാനത്തിലെ ജീവനക്കാരുടെ സീറ്റിൽ ഇരുന്നിട്ടാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് വന്നിറങ്ങിയത് എന്നാണ് പാർത്ഥിബൻ പറയുന്നത്. ഈ ചെന്നൈയിലേക്കുള്ള എയർപോർട്ടിൽ സഞ്ചരിക്കുമ്പോൾ 4 തവണയാണ് വലിയൊരു അപകടങ്ങൾ തരണം ചെയ്തിട്ടാണ് അദ്ദേഹം എയർപോർട്ടിലേക്ക് എത്തിയതെന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവൻ പണയം വെച്ചിട്ടുള്ള ഒരു യാത്രയായിരുന്നു അത് എന്നും, അദ്ദേഹം അവിടെ വരുമ്പോൾ തന്നെ ഒരു മുല്ലപ്പൂ കൈ പിടിച്ചിട്ടായിരുന്നു വന്നിരുന്നത് എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോകളാണ്. അപ്പൊ അത്തരം പോസിറ്റീവായ കാര്യങ്ങളും ശ്രീനിവാസനെ കുറിച്ച് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്രയും അടുത്ത് നിൽക്കുന്ന ജയറാമിനെ പോലെയുള്ള ആളുകൾ ഈ ഒരു ചടങ്ങിൽ വരാത്തതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ജയറാമുമായിട്ട് ശ്രീനിവാസൻ ചെയ്ത പ്രൊജക്ടുകളെല്ലാം തന്നെ ഹിറ്റായിരുന്നു. ഒരു അവസരം ജയറാം മലയാള സിനിമയിൽ നിന്ന് ഇപ്പോൾ ഉള്ള പോലെയല്ല, നല്ല തിളങ്ങി നിന്നിരുന്ന സമയത്ത് തന്നെ ഒരു 4-5 വർഷം പടങ്ങളൊന്നുമില്ലാതിരുന്ന സമയത്ത് ശ്രീനിവാസന്റെ തിരക്കഥയിൽ ഇറങ്ങിയ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറയുന്ന സിനിമയിലൂടെയായിരുന്നു ശ്രീനിവാസന്റെ ജയറാമിന്റെ ഒരു തിരിച്ചുവരവ്. അതിനുശേഷം ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം സത്യനന്ദിക്കാടിന്റെ മനസ്സിനക്കരെ എന്ന് പറയുന്ന സിനിമയിലൂടെ പിന്നെയും വലിയൊരു ഗ്യാപ്പിന് ശേഷം ഒരു ഹിറ്റ് ജയറാമിന് കിട്ടി. അങ്ങനെ വളരെയധികം എന്താ പറയാ, ഈ പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്ക്, മലയാളി പ്രേക്ഷകരുടെ ഒരു ആംഗിളിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ജയറാമിനെ ശ്രീനിവാസനെയും ഒക്കെ നോക്കുമ്പോൾ അവരുടെ ഇടയിൽ നല്ല സൗഹൃദങ്ങളുണ്ട്. അവരുടെ ഒരു കെമിസ്ട്രി വർക്കൗട്ടായിട്ട് നല്ല സിനിമകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ആവണം ജയറാമിനെ ഇത്രയധികം ദേഷ്യത്തിൽ ആളുകൾ പറയാനുള്ള കാരണം. മാത്രമല്ല, ജയറാം ഇത്തരത്തിലുള്ള ചടങ്ങിൽ പങ്കെടുക്കാത്ത ആളോ അല്ലെങ്കിൽ അനുശോചനം അറിയിക്കാത്ത ആളോ ഒന്നുമല്ല. നമുക്കറിയാം, ശ്രീ കലാഭവൻ മരിച്ചപ്പോൾ സാഹിത്യ അക്കാദമിയിലേക്ക് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഓടി വന്ന് ആ മൃതദേഹത്തിന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന ജയറാമിനെ മലയാളികൾ മറന്നിട്ടൊന്നുമില്ല. അപ്പൊ ജയറാം അങ്ങനെ പക്ഷഭേദം കാണിക്കുന്ന ആളോ അല്ലെങ്കിൽ എന്താ പറയാ ഇത്തരത്തിലുള്ള ഒരു വിവേചനം കാണിക്കുന്ന ആളോ, ഇവർ പറയുന്ന പോലെ ഒരു തറ ഫാമിലി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ആളോ ഒന്നുമല്ല. ജയറാം എന്തുകൊണ്ട് അത് ഇട്ടില്ല എന്ന് ജയറാമിന് വ്യക്തമാക്കിയാലാണ് അറിയുള്ളൂ. അതിന് ഇത്തരം വലിയൊരു രീതിയിൽ അദ്ദേഹത്തെ വിമർശിക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ
ഒരു സൗഹൃദത്തിൽ അദ്ദേഹത്തിന് എത്രമാത്രം പ്രാധാന്യമുള്ള ആളാണ് ജയറാമിനും ജയറാമിന്റെ ഭാര്യ പാർവതിക്കും എന്നൊക്കെയുള്ള മലയാളികൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ ആ ഇമോഷൻസിന്റെ പുറത്ത് ഒരുപക്ഷെ ശ്രീനി മരിച്ചിട്ടില്ല എന്നാവും അവർ ഉള്ളിൽ വിശ്വസിക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരാളുടെ ഒരു ഫോട്ടോ ഇടാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കാനോ ഒന്നും ചിലപ്പോൾ അവരുടെ മനസ്സ് അനുവദിച്ചെന്ന് വരില്ല. അപ്പൊ ഇതൊന്നും നമ്മൾക്ക് അറിയില്ല, ഇത് എങ്ങനെയാണ് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ. അപ്പൊ അതറിയാതെ ഒരു വലിയൊരു നടനെ ഇത്തരത്തില് മോശമായി ചിത്രീകരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ള രീതിയിലോട്ട് അതിന്റെ കമന്റ് ബോക്സുകൾ വരുന്നു. കാരണം മതം കയറി വരുന്നു. മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ വന്നോ, ഫഹദ് ഫാസിൽ വന്നോ, ഷൈനികം വന്നോ, ആസിഫ് അലി വന്നോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കൂട്ടം മുസ്ലിങ്ങളെ പേര് പറഞ്ഞ് ഇത് മുസ്ലിം നടന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് മതം കയറ്റി അതൊരു വർഗീയത വൽക്കരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു ആളുടെ വിയോഗത്തോടനുബന്ധിച്ചാണ് അല്ലെങ്കിൽ വിയോഗത്തെ കുറിച്ച് ഇത്തരത്തിൽ വിവാദമൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് തികച്ചും കേരളത്തിന്റെ പ്രബുദ്ധ കേരളത്തിന്റെ സാംസ്കാരിക ഒരു നിലവാരം കുറയ്ക്കുന്ന തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളാണ് പ്രേക്ഷകർ കാണിക്കുന്നത് എന്ന് മാത്രമാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഏതായാലും ജയറാമിന്റെയും അങ്ങനെ മറ്റു നടന്മാരുടെയും ഒക്കെ അനുശോചനം ഒന്നും ശ്രീനിവാസന് കിട്ടിയില്ലെങ്കിലും അദ്ദേഹം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എക്കാലത്തും നിലനിൽക്കുന്ന ഒരു അതുല്യ പ്രതിമയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അവരുടെ വേഷൻ എന്താണ് അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത് അവർ വരും ദിവസങ്ങളിൽ വ്യക്തമാക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതിന് ഒരു അവസരം മലയാള പ്രേക്ഷകർ കൊടുക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും നല്ലത് സംഭവിക്കട്ടെ. എന്തായാലും ശ്രീനിവാസന്റെ ചിതയിൽ അവസാനമായി സത്യൻ അന്തിക്കാട് എഴുതിയ ആ വരികൾ തന്നെയാണ്. എല്ലാവർക്കും എന്നും നന്മയുണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.